സിസി സേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്നവരെയുള്ള ചെറിയ ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മേടിച്ച പോട്ടിൽ ഒരെണ്ണം. ഇങ്ങനത്തെ പോട്ട് ഒരുപാട് അന്വേഷിച്ചാണ് കേട്ടോ മേടിച്ചത്. ഇനി ഇത് വാർണിഷൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയ സന്തോഷത്തിൽ വേഗം ഞാനൊന്ന് ചെടിയൊക്കെ ഇട്ട് വെച്ചതാണ്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് കരയ്ക്കുമ്പോൾ ഒന്നിച്ചും കരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇഡ്ഡലി നാളെ ദോശയും. പണി എത്ര എളുപ്പമല്ലേ. ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇത് ചാറുകറിക്ക് ചുരക്കയും പയറുമാണ്. പിന്നെ പയർ വേവിക്കുമ്പോൾ കുറച്ചധികം വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒലുത്തുകയും ചെയ്യാം. പിന്നെ ഒരെണ്ണം കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവയ്ക്കും മെഴുക്കുവരട്ടിയിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ കറിക്ക് വേണ്ടതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇത് ഞങ്ങളുടെ റോക്കി ബേബി എൻ്റെ പട്ടിക്കുട്ടിക്കുള്ള ചോറാണ്. വെള്ളച്ചോറ് ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണതും സപ്ലൈക്കോന്ന് കിട്ടണതും പട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇത് ഇന്നലെ ഞങ്ങൾ ആരും അത്താഴം കഴിച്ചില്ല, അതുകൊണ്ട് ആ ചോറ് ബാക്കി വന്നു. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ചോറ് ഞാൻ തിളപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വേവിച്ച പയറിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ച് ഉലർത്താനായിട്ട് ബാക്കി ഇതിലേക്ക് നമുക്ക് ചുരക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുരക്ക് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുനുകുനാന്നരിയണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചുരക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിൽ നമ്മൾ ചുരക്കയും പയറും വയ്ക്കും. ചുരക്ക നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറി കൂടിയാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞ ചുരക്ക ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കില്ല കേട്ടോ. മുളക് പൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റായി പോകും. മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് കാന്താരിമുളക് അരയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഇവിടെ വെള്ളക്കാന്താരിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇതിനകത്തേക്ക് ഞാൻ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഈ കറി പിന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ മത്തങ്ങയും വെക്കാറുണ്ട് കേട്ടോ. അതും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മത്തങ്ങയും പയറും വെക്കുന്നത്. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കില്ല. വെളുത്തുള്ളി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. എല്ലാ കറിക്കൊന്നും വെളുത്തുള്ളി ചേരില്ല കേട്ടോ. ഞങ്ങളിവിടെ തയ്യാറാക്കുമ്പം കോവയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് വെളുത്തുള്ളി ചേർക്കാറില്ല. പിന്നെ ഇനി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് കോവയ്ക്ക ചേർക്കുന്നത്. കോവയ്ക്കയ്ക്ക് അത്യാവശ്യം വേവൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ കോവയ്ക്ക വെന്തില്ലെങ്കിൽ ഒരു പച്ച കടിക്കണ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം നേരം ഇരുന്ന് കോവയ്ക്ക് വേവണം. അത് സിമ്മിലിട്ട് കുറച്ചധികം നേരം വേവിച്ചെടുക്കും. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യമൊക്കെ നമ്മുടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്തതിന് ശേഷമാണ് കേട്ടോ മഞ്ഞപ്പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ കോവയ്ക്കകത്തേക്ക് മഞ്ഞപ്പൊടി പിടിക്കാത്തതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ കോവയ്ക്ക ഇട്ടതിന് ശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കും. എന്നിട്ട് മൂടി വെച്ചിട്ടാണ് അത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ കോവയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റും കൊണ്ട് കോവയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് വാടി നന്നായിട്ട് അത് വെന്ത് വരണം. കുറച്ചധികം വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം നേരം സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഇഡലിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇഡലി ആക്കാനായിട്ട് വെക്കാം. ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. അല്ലാതെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യാൻ നോക്കി ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ ചുരയ്ക്ക് നന്നിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചിരണ്ടിക്കൊണ്ട് വരണം. അപ്പോഴാണ് ഞാൻ അരി വെള്ളത്തിലിട്ടില്ല എന്ന് ഓർക്കുന്നത്. അപ്പോൾ ഇന്നലെ സ്റ്റാഫ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഇങ്ങനെ കയറ്റി വെക്കുന്നത് മറ്റേ എലിയൊന്നും കയറി തട്ടി മറിക്കാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ടാങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അരിയൊക്കെ കഴുകാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും തന്നെ വെള്ളം മാറ്റും. ഇതിപ്പോൾ ഇന്ന് അരി കഴിക്കഴിഞ്ഞാൽ ഈ വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ വേറെ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ അരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിർന്നിരുന്ന സ്റ്റാഫ് വരുമ്പോൾ തന്നെ അവർക്കെടുത്ത് പണി തുടങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനത് രാവിലെ തന്നെ ഇടാൻ മറന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. അവരെന്നോട് പറഞ്ഞില്ലായിരുന്നു അരി ഇങ്ങനെ വെള്ളത്തിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തേങ്ങ പൊട്ടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അരി ഇങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ട് ഇനി തേങ്ങ പൊട്ടിച്ച് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് മൂടി വെക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ കാക്കയൊക്കെ വന്ന് ഇതിനകത്ത് കൊത്തി തിന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൂടി വെക്കും.
കാക്കനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഒരു രക്ഷ അരി വെള്ളത്തിട്ട് അപ്പം തന്നെ കാക്ക പറഞ്ഞു മൂടി വെച്ച പിന്നെ അവർക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് ഞാൻ കുറച്ച് പയറ് മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മുളച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നടാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ കുറച്ച് വഴുതന ഞാൻ പാകാനായിട്ട് ഇട്ടിട്ടുണ്ട്. വെള്ള വഴുതനയും വയലറ്റ് കളറുള്ള വഴുതനമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വയലറ്റ് വഴുതന പാകിയിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പം നമുക്കറിയാമല്ലോ ഇതിനകത്ത് ഏതാണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഏത് പാത്രം നിന്ന് മാറിപ്പോകുമല്ലോ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സൂത്രപ്പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ചേട്ടന്മാർ വന്ന് പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട്, ചെടി കുറേ നട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചെടി കൂടെ നടാനുണ്ട്. ഒത്തിരി പുല്ല് കാട് പോലെ നിൽക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ മേടിച്ച ചെടിപ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അതും വെള്ളത്തിലിട്ടേക്കാണ്. അല്ലെങ്കിൽ ചെടി നട്ടുകഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചട്ടി അങ്ങ് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ വെള്ളത്തിട്ട് കുതിർന്നിട്ട് ശേഷം നമ്മൾ നടണമെങ്കിൽ ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ രാവിലെ മുളക് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒത്തിരി മുളകുണ്ട് കേട്ടോ. കുറച്ച് ഏറെ മുളക് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വെള്ളമുളക് നട്ട് മുളക് പറിക്കുക എന്നുള്ളത്. ഒത്തിരി പ്രാവശ്യം കൊണ്ട് നട്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് വെള്ളമുളകൊന്ന് പിടിച്ച് കിട്ടിയത്. പുല്ലൊക്കെ വെട്ടി അത്യാവശ്യം മുറ്റൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല സ്റ്റാഫാണ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റാഫായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഗാർഡനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോയത്. ഗാർഡൻ എന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ഗാർഡൻ മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ. ഒരുപാട് വലിയ ഗാർഡനൊന്നും അല്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ കുറച്ച് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ കുറച്ച് ഇലച്ചെടികളൊക്കെ മമ്മി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ പറിച്ചിട്ട് ഇനി അകത്തേക്ക് പോവുകയാണ്. ഇത് കൊണ്ടുപോയിട്ട് വേണം ഇനി ചമ്മന്തി അരയ്ക്കാനായിട്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഡ്ഡലി വാങ്ങിയിട്ട് പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം. ഒരു ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഒരു ട്രിപ്പ് ഇഡ്ഡലി മതി. മമ്മി 2 കഴിക്കുള്ളൂ, ഞാനൊരു 3 കഴിക്കും. ചിലപ്പോൾ മോൻ 2 അല്ലെങ്കിൽ 3 കഴിക്കും. ഇനിയിപ്പോൾ നമുക്ക് ചിരക്കയും പയറിനുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിന് തേങ്ങ ചുരണ്ടിയത് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും പച്ചമുളകും കൂടിയാണ് അരച്ചെടുക്കുന്നത്. ഈ മുളക് ഇട്ടാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ചില വെള്ളമുളക് പോലെയല്ല, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചമ്മന്തി അരച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജീരകം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കറിക്കകത്ത് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. ജീരകം അരയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതൊക്കെ പിന്നെ പെട്ടെന്ന് ആവുന്ന കറികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് താളിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മുടെ കറി ചുരക്കയും പയറും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കടുക് താളിക്കുമ്പോൾ ഞാൻ ചമ്മന്തിക്കുള്ളതും ഇതും കൂടെ ഒന്നിച്ചങ്ങ് താളിക്കും. അതിൽ നിന്ന് തന്നെ പയർ ഉലർത്തുകയും ചെയ്യും. അപ്പോൾ ഒറ്റ ട്രിപ്പിന് പണി കഴിയും. അങ്ങനെയൊക്കെ ചില സൂത്രപ്പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സെപ്പറേറ്റ് കടുക് താളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്നിച്ചങ്ങ് വെച്ചിട്ട് അവസാനമാണ് താളിക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പണിയും കഴിയും, വേഗം നമ്മുടെ ജോലി തീരുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഓരോന്നിനും നമ്മൾ മൂപ്പിക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടണം. അപ്പോൾ കറി ഞാൻ ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഇത് താളിച്ചത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ചമ്മന്തിക്ക് കടുക് താളിച്ച കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇതിന് ഞാൻ കടുക് താളിച്ച് ഒറ്റ ട്രിപ്പ് താളിച്ചിട്ട് 3ലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. ഇതാ കോവയ്ക്ക കറി റെഡിയായി, പയർ തോരൻ റെഡിയായി, ആ കൂടെ തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഉച്ചത്തെ ലഞ്ച് ബോക്സിലുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി നല്ല പൂ പോലത്തെ ഇഡ്ഡലി റെഡി, നല്ല വെള്ള കാന്താരി അരച്ച ചമ്മന്തിയും റെഡി. അപ്പോൾ ഇതിന് കാസ്ട്രോളിലേക്ക് ചമ്മന്തിയും ഇഡ്ഡലിയും കൂടെ എടുത്തു വയ്ക്കും. അപ്പോൾ പിന്നെ അത് ചൂടാറാതെ ഇരിക്കുകയും ചെയ്യില്ല. മോനൊക്കെ ഞാൻ എന്നെ കൊണ്ടുവിട്ട് വന്നിട്ടാണ് മോൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് ഇറങ്ങുവാണ്. ഗേറ്റ് തുറക്കാനായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാനിനി സ്കൂളിലേക്ക് പോവുകയാണ്. മോൻ്റെ കൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. വേറെ എന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പൊട്ടും വേണം, പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കും വേണം. അത് 2 നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ മോൻ എന്താ ബൈക്കിന് പോകാമെന്ന് പറഞ്ഞ് ബൈക്ക് ഇറക്കി, കാറിന് പോകില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്റ്റാഫ് ദീപ വന്നു. അപ്പോൾ ദീപയോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോവുകയാണ്. പിന്നെ മക്കളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ വലിയൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറഞ്ഞാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം സിസി സയ്യ.